അപ്പോൾ ഹലോ ഗൈസ്, അപ്പോൾ എൻ്റെ അടുത്തൊരു കൂട്ടുകാരൻ പറഞ്ഞ് അവൻ്റെ വീടിനടുത്ത് അത്യാവശ്യം നല്ല രീതിക്ക് സർബത്തിടുന്ന ഒരു സ്പോട്ടുണ്ട്, നീ ഒന്ന് കുടിച്ചു നോക്കാൻ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ നാട്ടിൽ നല്ല നല്ല ഫുഡ് സ്പോട്ടും കാര്യങ്ങളും നമ്മളൊന്നും അറിയത്തില്ല. ഒന്നല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞറിയണം, അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ റീലും കാണണം, അപ്പോഴേക്കും നമ്മൾ അറിയുന്നത്. നിങ്ങൾ വിചാരിക്കും ഞാനിവന് മാത്രമേ പോകുന്നുള്ളൂ എന്ന്. പക്ഷെ അങ്ങനെയല്ല, ISR വിട്ട റോക്കറ്റ് കണക്ക് പോകുന്ന യുവമാർ നമ്മളോട് വരുന്നതാണ്. പിന്നെ നമുക്ക് എപ്പോഴും ഭാഗ്യമുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ചെന്നപ്പോൾ തന്നെ കട അടച്ചിരുന്നു. പിന്നെ നമ്മളൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാൽ അത് നടത്തിയിട്ട് വരണമെന്നൊരിതുണ്ട്. പക്ഷെ ആ ഒരു ഇത് ഇവിടെ കാണിക്കാൻ പറ്റൂല. എന്താണെന്ന് വെച്ചാൽ കാണിക്കാൻ നിന്നാൽ നാളെ രാവിലെ കാണിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. നാളെ രാവിലെ ഞാൻ കട തുറക്കത്തുള്ളൂ. പിന്നെ വിചാരിച്ച് എന്തായാലും ഇതുവരെ വെറുതെ വന്ന് പിന്നെ കടുമ്പ് വരെ പോവാന്ന്. കടുമ്പ് ഇപ്പോൾ ഇവിടെ നല്ല ദൂരമൊന്നുമില്ല. പിന്നെ ഇപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മൂന്നാറിലെ ചുരം കയറും കണക്ക് കയറി അവസാനം നമ്മൾ കടുമ്പൂലെത്തി. പിന്നെ ഇവിടെ പറഞ്ഞവർ വണ്ടി റോഡിൽ വെച്ചിട്ട് വരാൻ നോക്കണം, അല്ലെങ്കിൽ കട്ടറിൽ കയറി വണ്ടിയുടെ കാര്യം തീരുമാനമാവും. അപ്പോൾ ഇതുവരെ കടുമ്പ് കണ്ടിട്ടില്ലാത്തവർക്ക് ഞാൻ കടുമ്പ് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളെ കടുമ്പ്. പിന്നെ നമ്മൾ എത്തിയപ്പോൾ തന്നെ ഏകദേശം 1-2 മണി അടുപ്പിച്ചായി. അതുകൊണ്ട് നല്ല രീതിക്കുള്ള വെയിലും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ കടുമ്പൂടെ യഥാർത്ഥ വ്യൂ കാണണമെങ്കിൽ സീസൺ ടൈമിൽ അതിൻ്റെ കാര്യമുള്ളൂ. ആ ടൈമിലുള്ള കടുമ്പ് എങ്ങനെയാണെന്ന് ഈ വീഡിയോയുടെ അവസാനം ഞാൻ കൊടുത്തേക്കാം. നമ്മളവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പം നമ്മളെ വേറെ കൂട്ടുകാർ കൂടെ അവിടെ വന്നു. പിന്നെ ഞാൻ വന്നപ്പോൾ തന്നെ നമ്മൾ ചേട്ടൻ്റെ ബൈക്കോടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇതിലെടുത്ത ഫോട്ടോസും കാര്യങ്ങളെല്ലാം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരെ കയറി നോക്കാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കടുമ്പൂൻ്റെ യഥാർത്ഥ വ്യൂ എന്താണെന്ന് കാണിച്ചു തരാം.